പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട്. സാറിനെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം സാർ. ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങളെല്ലാം കുറച്ച് വ്യത്യസ്തമാണ്. അതായത് ഒരാൾ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, സാർ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വില്ല വാങ്ങി. ഈ വില്ലയുടെ പ്ലോട്ട് ഞാൻ വാങ്ങിയപ്പോൾ പ്ലോട്ടായിട്ട് വാങ്ങി, പിന്നെ അവർ വില്ല ഏജൻസി കെട്ടിത്തരുകയായിരുന്നു. കെട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ താമസമായി തുടങ്ങിയപ്പോഴുള്ള ചില ബുദ്ധിമുട്ടുകൾ, അതായത് എൻ്റെ വില്ല ഇരിക്കുന്നത് ഞങ്ങളുടെ ലൈനിൻ്റെ ഞങ്ങളുടെ റോഡിലെ ഏറ്റവും അവസാനത്തെ പ്ലോട്ടാണ് ഞാൻ വാങ്ങിയത്. ആ അവസാനത്തെ പ്ലോട്ടിന് തൊട്ടപ്പുറം മതിലും മറ്റ് വീടുകളും ഒക്കെയാണ്. പക്ഷെ ഇവിടെ താമസിച്ചു തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഒക്കെ തോന്നുന്നുണ്ട്. അതെന്തുകൊണ്ടായിരുന്നു? ഈ ഒരു വഴി റോഡായിരുന്നാലും വഴി വന്ന് അവസാനിക്കുന്നിടത്തൊരു വീട് വച്ചാൽ ആ പ്രധാനപ്പെട്ട വാതിൽ വഴിയോട് നേരെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഒരു പക്ഷേ ഇതിപ്പോൾ തോന്നുന്ന ഇത് ഭാര്യയിൽ വച്ച് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ചില ആൾക്കാർക്ക് അതുമല്ല, ഈ പ്രധാനപ്പെട്ട വാതിൽ വഴിക്ക് നേരെ വയ്ക്കുകയും അത് അവരെ സൗകര്യമായിട്ട് ഈ അറിഞ്ഞുകൂടാത്ത ചില പണിക്കാരന്മാർ ഗേറ്റും കൂടെ അതുപോലെ വെച്ച് കൊടുക്കും, നേരെ മുന്നിൽ തന്നെ. അപ്പോൾ പ്രധാനപ്പെട്ട വാതിൽ ഗേറ്റ് നേരെ അദർശ്യമായ ചില ശക്തികൾക്ക് കടന്നു കയറ്റാൻ ഉള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നെഗറ്റീവ് തരംഗങ്ങളും പോസിറ്റീവ് തരംഗങ്ങളും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിലും ഉണ്ട്. അപ്പം അതിനെയൊക്കെ നമ്മൾ ഒന്നും തന്നെ ചെയ്യും. പക്ഷേ അതിനൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട വാതിലിന് സ്ഥാനമാനങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവർക്ക് അതിൽ ദിക്ക് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ദിക്ക് കിഴക്കണോ പടിഞ്ഞാറോ തെക്കണോ വടക്കണോ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ വില്ല പ്രൊജക്റ്റുകളെല്ലാം അവരൊരു മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രമായിട്ട് കിഴക്ക് ദിക്ക് എന്നുള്ള അല്ല, എല്ലാവർക്കും കിഴക്ക് എടുക്കാൻ പറ്റില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അത് നാലും മാറി മറിഞ്ഞ് വരും. അതെല്ലാം അവർക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതായിക്കോട്ടെ. പക്ഷേ ഇതിപ്പോൾ ഈ ക്വസ്റ്റ്യന് നമുക്ക് മറുപടി പറയേണ്ടത് എന്നാൽ ഒരിക്കലും തന്നെ നമുക്ക് ആ വാതിൽ നേരെ അതായത് ഒരു പ്രധാനപ്പെട്ട വാതിൽ കൊടുത്തു, ഗേറ്റായി നേരെ വഴിയും കൂടെ വരണമെങ്കിൽ അവർക്കിനി ചെയ്യേണ്ട വഴി നിന്നാൽ ഈ പൂമുഖ വാതിൽ അവിടെ നിന്ന് മാറ്റാൻ തന്നെ വേണം. മാറ്റിയിട്ട് ദിക്ക് മാറ്റി ചെയ്യാം. ഒരു പക്ഷേ ഇത് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നിൽക്കണമെങ്കിൽ ഇത് നമുക്ക് കഴിയുമ്പോൾ വടക്ക് ഭാഗത്തേക്ക് കൊടുക്കുക. ഏതെങ്കിലും ദിക്കില്ല. ഇപ്പോൾ തെക്കായാലും പോലും അതിൻ്റെ വിധിപ്രകാരമുള്ള സ്ഥാനത്ത് കൊടുത്ത ഒരു ദോഷമില്ല. പക്ഷേ ഇതിപ്പോൾ നേരെ നിൽക്കുന്ന ദോഷമാണ്. പിന്നെ അതും വേറെ വഴികളൊന്നും ഇല്ലാത്ത അവസ്ഥ വേണമെങ്കിൽ ഈ നേരെ വഴിക്ക് നേരെ വരാത്തില്ല, നമുക്ക് ഫ്രണ്ടേജ് സ്ഥലം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് ഇത് പരിഹരിക്കണം. അല്ലാതെ ഒരിക്കലും തന്നെ ഇന്നത്തെ സിറ്റുവേഷനിൽ പോവുകയാണെന്നാൽ എന്നും അസ്വസ്ഥയായിരിക്കും, എന്നും അസുഖങ്ങളായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നമുക്ക് ഓരോന്നും കയറി വരുന്നത് കേട്ടോ, അനർത്ഥങ്ങൾ കയറി വരുന്നത്. ഒരിക്കലും നല്ലതല്ല. അത് മാറ്റി ചെയ്യണം. അത് വാസ്തവമായിട്ട് അറിയത്തക്ക ഒരാളിനോട് പറയുകയോ ചെയ്ത് അവരുടെ നിർദ്ദേശപ്രകാരം ചെയ്യുക. ഞാനങ്ങനെ ഒരുപാട് മാറ്റി കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഞങ്ങൾ വിറ്റിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും വിറ്റിട്ട് പോകണ്ട, ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഇതേ കാര്യങ്ങൾ തന്നെ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ അവരറിഞ്ഞോണോ അറിയാമെന്നല്ല, പണ്ട് കാലത്തുള്ള അടക്കം ചെയ്ത ചില കല്ലറകൾ അറിയാമല്ലോ. അവർ കുടുംബപരമായിട്ട് തന്നെ ആദ്യം അച്ഛനെ കല്ലറായി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ അമ്മ മരിക്കും, അമ്മയെ കറക്റ്റായിട്ട് കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ കുടുംബക്കാരുടെ ഒരു എന്നവിടെ കാണും. ഇത് അറിഞ്ഞോ അറിയാതെയോ ഈ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ചുളു വിലയ്ക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു മതിലിനപ്പുറത്താണ് ഈ കല്ലറെല്ലാം ഉള്ളത്. ഇവരിപ്പുറത്തൊരു വീട് വച്ചു താമസിച്ചു. ശരിക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ ഇന്ന് കാലത്തെല്ലാം മരണപ്പെട്ട് കഴിഞ്ഞ് അടക്കിക്കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നിശ്ചിത സമയം കഴിഞ്ഞ് പിന്നെ അവിടെ ഒന്നും തന്നെ വരാൻ സാധ്യതയില്ല. അതാണ് എൻ്റെ പ്രകൃതിപരമായിട്ട് അതാണ് സത്യം. പക്ഷേ ആൾക്കാരുടെ മനസ്സിൻ്റെ വിഭ്രാന്തി, ഭയം, ഇതിങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങളെ നമ്മൾ പറഞ്ഞുണ്ടെങ്കിൽ ഉണ്ടായിട്ട് തോന്നും. അപ്പോൾ മര്യാദയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവർ ബന്ധുക്കളുടെ കാര്യങ്ങൾ ആരും അങ്ങോട്ട് അയ്യോ
നീ ഈ കല്ലറയുടെ എവിടെയാണ് ആ വീട് വച്ചേക്കുന്നത്, കിടക്കാമോ, ഇത് പാവില്ലേ, മറ്റേത് രാത്രിയാൽ അങ്ങോട്ട് ഇറങ്ങി നോക്കാമോ എന്നൊക്കെ പറഞ്ഞ് പേടിയാക്കും. പിന്നെ മനസ്സിൽ ആ ഒരു തോന്നൽ വരും മനസ്സിൽ. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ശബ്ദം ആ ഭാഗത്തേക്ക് അയ്യോ രാത്രിയാണ് പ്രത്യേക ശബ്ദം കേൾക്കുകയാണെങ്കിൽ അവർ ഫിക്സ് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് നോക്കാനും എടുക്കാനും നമുക്കൊരു ഭയപ്പാട് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കും. അങ്ങനെ അപ്പോൾ അത് പറയാൻ കാരണം, അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു വീട് ലാൻഡ് വാങ്ങാൻ പോകണമെങ്കിൽ ഇതുപോലെ സ്ഥിരമായി കല്ലറുകളുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്ന അവിടത്തേക്ക് പോകണ്ട. അല്ലെങ്കിൽ അവിടെ എനിക്ക് വെച്ച് വീട് വെച്ചാൽ ഒന്നുമില്ല എന്നൊരു ഒരു ഉറച്ച മനസ്സുള്ളവർക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ചാഞ്ചല്യ മനസ്സുള്ളവർക്ക് അങ്ങനെ ചെയ്യാതിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തു പിന്നെ ഈ ഒരു കേസ് എൻ്റെ മുമ്പ് വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ. അപ്പോൾ അയാൾ ഭാര്യയ്ക്കാണ് പ്രശ്നം, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, പിള്ളേർക്കും കുഴപ്പമില്ല. പക്ഷേ ആ സ്ത്രീ ഭയങ്കര പ്രശ്നം. അവസാനം അവർക്ക് വേണ്ടി ആ സ്ഥലം വീടും ഒരു വിൽക്കേണ്ടി വന്നു. ആ വാങ്ങിയ അവൾ സുഖമായിട്ട് താമസിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതൊക്കെ എന്താ മനസ്സാണ്, നമ്മുടെ മനസ്സാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കണ, എല്ലാം മനസ്സുകൊണ്ടാണ്. അത് നമുക്ക് ഒരിക്കലും തന്നെ അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വീട് വയ്ക്കുമ്പോൾ കല്ലറകളും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കി നമുക്ക് വേണ്ടാന്ന് വയ്ക്കണം. അല്ലെങ്കിൽ ഇല്ല കുഴപ്പമില്ല എന്നുള്ള മനസ്സുണ്ടെങ്കിൽ വാങ്ങാം, ചെയ്യാം. സർ അതുപോലെ മറ്റൊരു ചോദ്യമാണ് സർ, ഞാനിപ്പോൾ ഒരു വില്ല പ്രൊജക്റ്റിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, 3 സെൻറ്റിനകത്ത് ഉള്ളൊരു വില്ലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കുഴൽ കിണർ കെട്ടാൻ നിർവാഹമുള്ളൂ. അപ്പോൾ കുഴൽ കിണർ എടുക്കുന്നതിന് സ്ഥാനം നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, കുഴൽക്കിണറിന് സ്ഥാനം തന്നെയാണ്. അതായത് ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെ, വടക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കിൻ്റെ മദ്യം വരെയുള്ള സ്ഥലം എടുക്കുക. ഈ ഭാഗമാണ് ഏറ്റവും ജലരാശി എന്ന് പറയുന്നത്. ജലരാശിയിൽ ജലത്തിനെ കിട്ടുന്നിടത്താണ്. പിന്നെ സാധാരണ പിന്നെ ചില ആൾക്കാരെ വടക്കിൻ്റെ മൊത്തം സ്ഥലം എടുക്കും, കിഴക്കിൻ്റെ മൊത്തം സ്ഥലം എടുക്കും. എങ്കിലും തെക്ക് കിഴക്കേ മൂലഭാഗ്യനെ കൊണ്ട് കുഴിക്കരുത്, 4 മൂലകളും ചേർത്ത് കുഴിക്കരുത്, അല്ലാത്ത രീതിയിൽ ചെടുക്കുക. കാരണം ഈ കുഴൽക്കിണറെന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് എല്ലാം വാസ്തുശാസ്ത്രം അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കർശനമായിട്ട് നോക്കിയേ പറ്റുള്ളൂ. പിന്നെ അന്ധമായ വിശ്വാസങ്ങളിലൊന്നും പോകണ്ട, ഞാനതല്ലേ പറയുള്ളൂ. ഇപ്പോഴെല്ലാം അതാണ് പറഞ്ഞത്. ഒരു ക്ഷേത്രത്തിന് 100% അതിൻ്റെ വാസ്തുശാസ്ത്രം കറക്റ്റായി നിൽക്കണം, ഒരു വിട്ടുവീഴ്ചയില്ല. ഞാൻ ക്ഷേത്രം ചെയ്യുമ്പോൾ അതിന് ഒരിക്കലും തന്നെ ഒരു വിട്ടുവീഴ്ച കാണിക്കില്ല. വീടൊക്കെ ആകുമ്പോൾ ഒരു 60-70% വന്നാൽ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി പോകാം, കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമില്ല. ഇന്ന് ക്ഷേത്രം അങ്ങനെയല്ല. ഒരു ക്ഷേത്രം ഒരാളിന് വേണ്ടി ചെയ്യണമല്ലല്ലോ, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അതിന് അതിൻ്റേതായ ഐശ്വര്യം ഉണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കണക്കും കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ചെയ്യുക, അതിന് വേറെ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നർത്ഥം. അതങ്ങനെ പാടുള്ളൂ കേട്ടോ. സർ, ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഞാനും എൻ്റെ സഹോദരനും ഞങ്ങളുടെ തറവാട് 2ആയിട്ട് ഭാഗിച്ച് വീട് വെച്ചു. ട്വിൻ ഹൗസായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് 2 വീടുകൾക്കും റൂഫ് ചേരുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ അതിനെ എതിർത്ത് സംസാരിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞങ്ങൾ മതിൽ വെച്ചിട്ടില്ല എന്നും ഒരു കാര്യമുണ്ട്. കാരണം നമുക്ക് മതിൽ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയ്ക്കുള്ള സ്ഥലം അതിനിടയിലില്ല. അതുപോലെ തന്നെ വീടിൻ്റെ വാതിൽ റോഡും ചെറുതാണ്, നമുക്കൊരു വണ്ടി കയറ്റിയിടാനുള്ള സ്ഥലമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയൊരു മതിൽ മുന്നിൽ ചെയ്യാനും നിർവാഹമില്ല. അപ്പോൾ ഇതിലെന്തെങ്കിലും ദോഷമുണ്ട്? ഇതിപ്പോഴും ഇത് ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലാകുന്നത്, പണ്ടത്തെ ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഗവൺമെൻറ് ക്വാർട്ടേഴ്സിനൊക്കെ ആണെങ്കിൽ സെൻട്രിക്കൂടെ ഒരു വാള് പോവും, റൂഫെല്ലാം ഒന്നാണ്. അപ്പോൾ ആ വാളിന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വാളിൽ പോയി ആ വാളിനപ്പുറം വേറൊരു ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു നോക്കിക്കോളൂ, കിഴക്ക് ദർശനമായിട്ട് നിൽക്കുന്നുണ്ട്, പടിഞ്ഞാറ് ഇറങ്ങാം അവർക്ക്, വടക്കോട്ട് ഇറങ്ങാൻ പറ്റില്ല, തെക്കോട്ട് ഇറങ്ങാൻ പാടില്ല. ഈ ബ്രാഹ്മിൻസിൻ്റെ പണ്ടത്തെ ഗ്രഹങ്ങൾ പോലെയാണ്. അപ്പോൾ അതിപ്പോൾ അത് മാറി, ഇപ്പോൾ ഒരു സെപ്പറേറ്റാണ്. ഇത് പണ്ടത്തുള്ള കാര്യങ്ങളാണ് ഈ രീതിയിലൊക്കെ ചെയ്യുന്നത്, ഒറ്റ റൂഫിൽ കൊടുത്ത്. ഇപ്പോൾ അതില്ല. ഇപ്പോൾ ഒക്കെ ഗവൺമെൻറ് ക്വാർട്ടേഴ്സൊക്കെ സെപ്പറേറ്റായിട്ട് തന്നെ ചെയ്യുന്നത് സാർ. എന്നിട്ട് അവർക്ക് ഒരു 4-5 സെൻറ്റ് തറയിലാണ് ഇപ്പോൾ പ്രത്യേക ഇൻഡിപെൻഡൻറ്റ് ക്വാർട്ടേഴ്സ്. ഇന്നിപ്പോൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ആദ്യകാലങ്ങളിലൊക്കെ എളുപ്പത്തിന് ചെയ്ത ക്വാർട്ടേഴ്സിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞ പോലെ ആക്കിയത്. അതൊക്കെ കാലങ്ങൾ മാറി, കാലത്തിനനുസരിച്ച് മാറ്റാൻ അനിവാര്യം. അല്ലാതെ അന്നത്തെ സാമ്പത്തിക ചുറ്റുപാടുകളും ഇന്നത്തെ സാമ്പത്തിക ചുറ്റുപാടും വ്യത്യാസമല്ലേ അല്ലേ? അന്നൊക്കെ വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും സിറ്റിക്കകത്തൊക്കെ ഇവിടെ വന്നു പോയി എങ്ങനെയെങ്കിലും ഒരു കയറി താമസിക്കാൻ ഒരു സ്ഥലം വേണമെന്നല്ലാതെ
കൂടുതൽ കാര്യം ചിന്തിക്കാറില്ല. നാട്ടിലവർക്ക് നല്ല വീടൊക്കെ കാണും, പക്ഷേ സിറ്റിക്കകത്തൊരു ക്വാർട്ടേഴ്സ് നോക്കിയപ്പോൾ ഉള്ളേ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, അതാണ് കാര്യം. അപ്പോൾ ഇന്ന് സാർ നമുക്ക് ഒരുപാട്, അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ന് നമ്മൾ നല്ലൊരു ശതമാനം ആൾക്കാരും വില്ലകളും ഫ്ലാറ്റുകളും ഒക്കെ വാങ്ങി വീട് വെച്ച് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സാറ് പറഞ്ഞു തന്നത്. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.